498 ദിവസം ഗസയിൽ ഹമാസ് പിടിയിൽ കഴിഞ്ഞ റഷ്യൻ ഇസ്രായേൽ പൗരനാണ് അലക്സാണ്ടർ സാഷ ട്രൂഫനോവ്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് ഇദ്ദേഹം മോചിതനാകുന്നത്. പുറത്തിറങ്ങി 2 മാസം കഴിഞ്ഞ് ബുധനാഴ്ച ട്രൂഫനോവ് കുടുംബസമേതം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടിരുന്നു. നേരത്തെ ഹമാസ് മോചിപ്പിച്ച അമ്മ എലേന ട്രൂഫനോവ, ജീവിത പങ്കാളി സാപിർ കോഹിൻ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. ക്രെംലിനിൽ പുടിൻ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു എല്ലാവരും. ഹസ്തദാനം നടത്തി പൂച്ചെണ്ട് കൈമാറിയാണ് പുടിൻ എല്ലാവരെയും സ്വീകരിച്ചത്. തുടർന്ന് ഒരു മേശയ്ക്കപ്പുറം ഇപ്പുറം ഇരുന്ന് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ബന്ദി ജീവിതത്തെക്കുറിച്ചും മോചനശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. ഗസയിൽ ഇപ്പോഴും തുടരുന്ന ബന്ദികളുടെ കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഗസയിൽ തുടരുന്ന ബന്ദികളുടെ മോചനത്തിനായി ഇടപെടണമെന്ന് ട്രൂഫനോവ് പുടിനോട് അഭ്യർത്ഥിച്ചു. തന്റെ സഹോദരങ്ങളാണെന്നും അവർ അവിടെ തന്നെ തുടരുന്ന കാലത്തോളം പാതി മനസ്സ് ഗസയിൽ തന്നെയായിരിക്കുമെന്നും യുവാവ് പറഞ്ഞു. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം റഷ്യ ചെയ്യുമെന്ന് പുടിൻ ഉറപ്പു നൽകി. ട്രൂഫനോവിന്റെ പിതാവ് വിറ്റാലി ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടിരുന്നു. പിതാവിന്റെ മരണത്തിൽ പുടിൻ അനുശോചനം അറിയിച്ചു. പിതാവ് ഇപ്പോൾ കുടുംബത്തോടൊപ്പമില്ലാത്തത് നിർഭാഗ്യകരമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. ആ ദുരന്തത്തെക്കുറിച്ച് ഇപ്പോൾ വിശദമായി സംസാരിക്കേണ്ടെന്ന് ഉണർത്തി. തുടർന്ന് പുടിൻ പങ്കുവച്ച കാര്യങ്ങൾ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ബന്ദിമോചനത്തിൽ ഹമാസിന്റെ പങ്കിനെ പ്രകീർത്തിച്ച പുടിൻ അവർക്ക് നന്ദി പറയണമെന്ന് വരെ പറഞ്ഞു വെച്ചു. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തീർപ്പിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് സംഭവിച്ചത് തീർത്തും നിർഭാഗ്യകരമായ കാര്യമാണ്. എന്നാൽ ഫലസ്തീൻ ജനങ്ങളുമായും അവിടുത്തെ വിവിധ സംഘടനാ പ്രതിനിധികളുമായും റഷ്യയ്ക്ക് ദീർഘകാലമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം മോചനം സാധ്യമായത്. പുടിൻ അവരെ ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ ഒരു മാനുഷികമായ നടപടിക്ക് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തോടും നേതൃത്വത്തോടും നമ്മൾ നന്ദി പറയണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരാണ് ഈ മാനുഷികമായ ഉദ്യമത്തിന് ഞങ്ങൾക്ക് തുണയായത്. ട്രൂഫനോവിന്റെ മോചനം യാഥാർത്ഥ്യമാക്കാനായി സാധ്യമായതെല്ലാം റഷ്യ ചെയ്തിരുന്നു. അവിടെ ഇപ്പോഴും ബന്ദികളായി കഴിയുന്നവരെ മോചിപ്പിക്കാൻ ആവശ്യമായതെല്ലാം തങ്ങൾ ചെയ്യുമെന്നും പുടിൻ ഉറപ്പു നൽകി. തങ്ങളുടെ മോചനത്തിനു വേണ്ടി താങ്കൾ ചെയ്ത പ്രവർത്തനങ്ങളോടെല്ലാം ഏറെ കടപ്പെട്ടിരിക്കുമെന്നായിരുന്നു ഇതിനോട് ട്രൂഫനോവ് പ്രതികരിച്ചത്. എല്ലാ ബന്ദികളുടെയും മോചനം വളരെ പ്രധാനമാണ്. അവരുടെ മാനസികാവസ്ഥ എനിക്കറിയാം. അവിടെ ഇപ്പോഴുള്ള അവസ്ഥ എത്ര കഠിനമാണെന്നും അവർ എത്രമാത്രം സങ്കടത്തിലാണെന്നും എനിക്കറിയാം. ബന്ദികൾ ഗസയിൽ തുടരുന്ന കാലത്തോളം എനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനാകില്ല. എനിക്ക് വേണ്ടി താങ്കൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ഇടപെടണം. എന്നാൽ അവർക്കും കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഒപ്പം സന്തുഷ്ടരായും സ്വതന്ത്രരായും കഴിയാമല്ലോ. തനിക്ക് വേണ്ടി പ്രസിഡന്റ് ചെയ്യുന്ന വലിയൊരു ഉപകാരമാകും അതെന്നും ട്രൂഫനോവ് കൂട്ടിച്ചേർത്തു. 2023 നവംബറിലാണ് ട്രൂഫനോവിന്റെ അമ്മ എലേനയും പങ്കാളി സാപ്പിറും മുത്തശ്ശി ഇറിന ടെറ്റിയും ഗസയിൽ നിന്ന് മോചിതരാകുന്നത്. തങ്ങളുടെ മോചനത്തിനായി അന്ന് നടത്തിയ ഇടപെടലുകൾക്ക് എലേന പുടിന് നന്ദി പറഞ്ഞു. പുറത്തെത്തിയപ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഏകമകൻ ഇപ്പോഴും പിടിയിലാണെന്നും അറിയുന്നത്. വളരെ ദുഷ്കരമായ ഒരു സമയത്തിന്റെ തുടക്കമായിരുന്നു അത്. തീർത്തും കഠിനമായ കാലം. എന്നാൽ ആ സമയത്തെല്ലാം ഇസ്രയേലിലെ റഷ്യൻ എംബസിയും റബിയായ ലാസറും എല്ലാ പിന്തുണയുമായി കൂടെ നിന്നു. അവർ ഞങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. സാഷിയെ തിരിച്ചെത്തിക്കാൻ വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും എലേന പറഞ്ഞു. 2ാം ലോകമഹായുദ്ധത്തിലെ മഹാവിജയത്തിന്റെ 80ാം വാർഷികം വരാൻ പോകുകയാണെന്നും അവർ സൂചിപ്പിച്ചു. എന്റെ മുത്തശ്ശി അന്ന് സൈന്യത്തിൽ ഡോക്ടറായിരുന്നു. യുദ്ധത്തിനിടെ പരിക്കേറ്റ അവരെ നാസികൾ ബന്ദികളാക്കി കൊണ്ടുപോയി. എന്നാൽ നാസികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട അവർ ബെലാറസിൽ യുദ്ധമുന്നണിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ചെയ്തത്. കുടുംബത്തിൽ ഇങ്ങനെ ബന്ദിയാക്കപ്പെടുന്ന 4ാം തലമുറക്കാരനാണ് സാഷ. ഇപ്പോഴത്തെ സംഭവത്തോടെ കുടുംബത്തിന്റെ ഈ ബന്ദി ജീവിതത്തിന് അവസാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് എലേന ട്രൂഫനോവ. പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രമുഖരായ 2 ജൂത പുരോഹിതന്മാരും സംബന്ധിച്ചിരുന്നു. റഷ്യയുടെ മുഖ്യ ജൂത പുരോഹിതനായ റബ്ബി ബെറേൽ ലാസറും ഫെഡറേഷൻ ഓഫ് ജൂയിഷ് കമ്മ്യൂണിറ്റീസ് ഓഫ് റഷ്യയുടെ പ്രസിഡന്റ് റബ്ബി അലക്സാണ്ടർ ബൊറോഡയും. ഗസയിൽ എലേനയ്ക്കൊപ്പം മോചിതയായ ട്രൂഫനോവിന്റെ മുത്തശ്ശി ഇറീന ടെറ്റി വിരുന്നിനെത്തിയിരുന്നില്ല.